ഈ ട്രെയിലർ വന്നപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? സാധാരണ നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഡ്യൂറേഷൻ അല്ല ഈ ട്രെയിലറിനുണ്ട്, കുറച്ച് അധികമുണ്ട്. അപ്പം അത് ഈ സിനിമ എങ്ങനെ ആവണം നിങ്ങൾ കാണേണ്ടത്, സ്വീകരിക്കേണ്ടത്, ഏത് മൈൻഡ് സെറ്റിലാവണം നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷനാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പല ഹിറ്റ് സിനിമകൾ ഓടുന്നതിനിടയ്ക്ക് ആ ഇടവേളയിൽ നമ്മുടെ പേട്ടിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ആൾക്കാർ പോകാതെ അവിടെ ഇരുന്ന് തന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇതിന്റെ ഈ നേരത്തെ ലൊക്കേഷൻസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഇതിൽ ഇല്ലാത്ത ഒന്നും ഇല്ലല്ലോ. വിമാനത്താവളം ഉണ്ട്, ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, കപ്പലുണ്ട്, അപ്പോ കാരിയർ പ്ലെയിൻ ഉണ്ട്, സംഘാടന വാഹനങ്ങളില്ല, കാണാത്ത സ്ഥലങ്ങളില്ല, ലോകം മുഴുവനും പോയി ചിത്രീകരിച്ചു, പിന്നെ കൊച്ചിയിലും. എന്റെ ഒരു സംഘാടനം എങ്ങനെയായിരുന്നു? ലോകം മുഴുവൻ കൊച്ചിയിലും ചിത്രീകരിച്ചു. അത് ശരി, കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു അല്ലേ? അത് അങ്ങനെയല്ല. ഇതിപ്പോൾ അത് എനിക്ക് തോന്നുന്നു മഹേഷിന്റെ ഒരു എഡിറ്റർ എന്നുള്ള രീതിയിലും കൂടെ ഉള്ള ഒരു ക്വാളിറ്റി അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈസ് എ റൈറ്റർ, ഈസ് എ ഡയറക്ടർ, ഈസ് എൻ എഡിറ്റർ ആസ് വെൽ. സോ അതുകൊണ്ട് പുള്ളിക്ക് അറിയാം എന്താണ് വേണ്ടാത്തത് എന്നതിനെ പറ്റി വളരെ വ്യക്തതയുള്ള ആളാണ്. വെറുതെ എടുത്തു വെക്കുന്നതിന് പകരം ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് വേണ്ട, ഇത്ര മതി എന്ന് പറയുന്ന ഒരു എഡിറ്റ് പോയിന്റ് പുള്ളിയുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജ് നമുക്ക് ടൈം ആണെങ്കിലും മണി ആണെങ്കിലും എഫേർട്ട് ആണെങ്കിലും അതൊക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സ്കെയിലുള്ള ഒരു ഗ്രാൻഡറുള്ള ഒരു ഫിലിം നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ സൂചിപ്പിച്ച പല ലോകങ്ങളും നമുക്ക് കൊച്ചിയിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷൻ, ആ ഒരു ഇമാജിനേഷൻ പുള്ളിക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടീമും ഒരു പ്രൊഡക്ഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേഡ് തിങ്സ് ഈസി. നോട്ട് ഈസിയർ, ഒരു വളരെ ടീഡിയസ് ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്, ഇറ്റ് മെറ്റീരിയലൈസ്ഡ്. ഈ ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും ഒന്നാമത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് മമ്മൂട്ടി, മോഹൻലാലും, ഫഹദും, അതിപ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഡേറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യും. സാധാരണ ഒരു സിനിമ അല്ലേ? ഇത്രയും സമയം എടുത്തല്ലോ, ഓക്കെ, 1.5 കൊല്ലം ആയില്ലേ. ഈ അതിനുള്ളിൽ ഇങ്ങനെ അത്രയും സമയം എടുക്കും ഈ സിനിമ തീർത്തിയാക്കാൻ എത്ര ആൾക്കാരെ വെച്ചിട്ട്. കുറച്ചുകൂടി നേരത്തെ തീർന്നു പോയനെ, പക്ഷേ ചെറിയ ഐ തിങ്ക് എപ്പോൾ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്താലും ഐ തിങ്ക് എവ്രിബഡി വാസ് എങ്ങനെയെങ്കിലും ഡേറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്, ദ സിൻസിയറിറ്റി ഓഫ് ഫിൽം മേക്കിംഗ് അത്രയും സിൻസിയറാണ്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഈ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് വേറെ ആരെങ്കിലും എടുത്തോളൂ, ഇതെടുക്കാം, സെക്കൻഡ് യൂണിറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവും. മഹേഷ് ഈസ് സ്റ്റാൻഡിങ്, നെവർ സിറ്റിംഗ്, അഡ്രസ്സിങ് എവ്രി ഇഷ്യൂ ഫ്രം ദ അവിടെ ദൂരത്ത് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് തൊട്ട് എല്ലാം ഹീ ഈസ് വാച്ചിങ് ആൻഡ് ഡൂയിങ്, ആൻഡ് ഹിസ് എഫേർട്ട് ഈസ് സോ റിലൻറ്റ്ലെസ്. ഐ തിങ്ക് ദറ്റ് ആ ഒരു സിൻസിയറിറ്റി നമ്മൾ എപ്പോഴും കാണാറില്ല. So when you are in a very sincere environment, everybody wants to come, going to take the extra effort in coming. I think ആ ഒരു സൗഹൃദം I could feel inside the set. ഒരു ഡയറക്ടർ, ഫോട്ടോഗ്രാഫർ, ആക്ടറായിട്ട് വന്ന് നിൽക്കുകയാണെങ്കിലും ഈ ഏരിയയിലൊക്കെയാണ് കണ്ണും മനസ്സും ഒക്കെ അല്ലേ? അതെ, ചിലപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇറ്റ് മേ ബി 1 or 2 ജോയിൻറ്റ്സ് കാരണം കൊണ്ടാണ് ഈ ഇത്രയും സ്മൂത്തായി നടക്കുന്നത്. ഇറ്റ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലോട്ട് ഓഫ് എഫേർട്ട്, ബട്ട് വിത്ത് എ ലോട്ട് ഓഫ് ലവ്. സാധാരണ ഒരു ആക്ടേഴ്സ് അവിടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. പക്ഷെ രാജു സാർ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, എഫേർട്ടിനെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, അതിന്റെ ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ പോകും. അത് പോസിറ്റീവ് ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു? ചില സമയങ്ങളിൽ നമുക്ക് പറയാൻ എവിടെ വരയ്ക്കും വരും. മീൻസ് വേണ്ട, കൺട്രോൾ, രാജീവ് മേനൻ കൺട്രോൾ, നിന്റെ ജോലി ഇവിടെ ആക്ടിങ് ആണ്, നീ ഇത് ചെയ്താൽ മതി എന്നുണ്ടോ. അത് കണ്ടുകൊണ്ട് മഹേഷ് ചിലപ്പോൾ പറയും, സാർ എന്താ പറയണേന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. സോ there are times we will tell, പക്ഷേ it is a director's medium. You have to understand that, and there are no 2 directors on a set. ശരി, അപ്പൊ ഞാൻ അടുത്ത പടം ചെയ്യുമ്പോൾ ആക്ടേഴ്സിനോട് ഇത്രയും കടുത്ത നില സ്വീകരിക്കില്ല എന്ന് വിചാരിക്കാം. കണ്ടുകൊണ്ടേ നമുക്ക് ഈ ആവർത്തിച്ച് പറയുമ്പോഴത്തോളം ബുദ്ധിമുട്ട് കൊണ്ടാണ്. അത്രയും ആസ്വദിച്ച് കണ്ടൊരു സിനിമ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഒരു ഡാൻസ് പ്രോഗ്രാമിന് ശേഷം എൻ്റർ ചെയ്യുന്നൊരു സമയമില്ലേ, ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലത്തെ ഒരു സീൻ, അയ്യോ
അങ്ങനെ ഒരു ഏക്കം നമുക്ക് വരും, ഇങ്ങനെ പോയി പിടിക്കാൻ തോന്നില്ലേ? ആ ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ആക്ച്വലി അജിത്ത് അവിടെ നിൽക്കുന്നു, ഐശ്വര്യ റോയ് അവിടെ നിൽക്കുന്നു. ഭയങ്കര ബോൾഡായിട്ട് കാസ്റ്റ് ചെയ്ത് തന്നെ. പറയാതെ പോകാൻ, നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ പറയാതെ പോകാൻ കഴിയില്ല. ഞാനിത് പറയുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പേറ്റിയായിട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ആണല്ലോ. പക്ഷെ ആ സിനിമ അതൊരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് മാത്രം കാണാൻ പറ്റും. വല്ലാത്തൊരു കൾട്ട് സിനിമയായി മാറി. അത് ചിലപ്പോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. സൺ ടി വിയിൽ തിരിച്ച് കാണിക്കുന്ന കാരണം കൊണ്ട് കണ്ടുകൊണ്ടേൻ ഹാസ് എ ലൈഫ് ഫാർ ഇൻ എക്സസ് ഓഫ് തിങ്സ്. തെലുഗും പോകുന്ന ആൾക്കാർ കാണുന്നു. മമ്മൂക്കയുടെ ആ മെയിൻ ഡയലോഗ്സ് പച്ചക്കൻ ദേവതൈ അതിപ്പോ ട്രെൻഡിങ് ആണ്. ചാക്കോച്ചൻ മോഹൻലാൽ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്നില്ല. കോമ്പിനേഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഭയങ്കര രസകരമാണ്. കാരണം അതിൽ ലാലേട്ടൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പുള്ളി ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ചാണ് നടക്കുന്നത്, സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ പല ഷെഡ്യൂളുകൾ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ വരുന്നത്. അപ്പോൾ ആ ഷെഡ്യൂളിൽ ഷോട്ട് എടുക്കാൻ പോകുന്നു, എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പം ലാലേട്ടനുണ്ട്, ഞാൻ തൊട്ട് പുറകെയുണ്ട്. ഒരു ഡോറ് തുറന്ന് മമ്മൂക്കെ കാണാൻ കയറുന്നൊരു ഷോട്ടാണ്. അപ്പോൾ എല്ലാവരും റെഡി, ഓക്കെ. മഹേഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് ലാലേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, മോനെ എൻ്റെ ഏത് കാലിലാണ് കുഴപ്പം എന്ന്. അപ്പം ഞാൻ പറഞ്ഞേ ഇല്ലില്ല ചുമ്മാ ചോദിച്ചാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പുള്ളി. അപ്പം അങ്ങനെ ഭയങ്കര ലൈറ്ററായിട്ട് സിമ്പിളായിട്ട് ഒരു ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ നിൽക്കുന്ന ആള്. പക്ഷെ വൺസ് ഹീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആസ് എൻ ആക്ടർ ഈസ് എ ഡിഫറെന്റ് ഗൈ, ഈസ് ദാറ്റ് ക്യാരക്ടർ. പുള്ളിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടല്ല. മടിയാക്കാൻ വേണ്ടി ചോദിച്ചത്. എന്തായിരുന്നു നമുക്ക് അല്ലെ ബാക്കിയുള്ളവരെ കൺഫ്യൂസ്. ഒരു സുഖം അല്ലേ, ഒരു രസം, ചുമ്മാ മോനെ എന്ന് പറയുമല്ലേ. പിന്നെ ഈ ശരിക്കും എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആഫ്റ്റർ 40s എൻ്റെ ഒരു ഫാൻ ബോയിങ് മൊമെന്റ്സ് ആയിരുന്നു വിത്ത് ദീസ്. എല്ലാവരും കൂടി നിൽക്കുന്നത് അല്ലേ. ശരി, എനിക്ക് മനസ്സിലാവും. എല്ലാവരും ഇത്രയും എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അല്ല പിന്നെ നിങ്ങൾക്ക് പരിചയം, നിങ്ങൾ കുഞ്ഞു മനുഷ്യരായപ്പോ തൊട്ട് ഇവരുടെ ഒക്കെ കൂടെ ഓരോ സെറ്റിൽ പോയി നിൽക്കുന്നല്ലേ. സീൻസ് ഉണ്ട് എൻ്റെ കൂടെ കുറച്ചുകൂടെ കൂടുതലുള്ളത് അല്ലേ. ഉറപ്പായിട്ടും ഞാനൊരു കാഴ്ച കേട്ടെ, ഇപ്പം മമ്മൂക്ക ഹരികൃഷ്ണൻസ് ചെയ്യുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഫാസിൽ സാറിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇദ്ദേഹത്തൊക്കെ കണ്ടു പരിചയമുണ്ടോ? ഈ ചെറിയ കുട്ടിയായിട്ട് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഫഹദിനെ കണ്ടിട്ടുണ്ടോ? ഫഹദ് അവിടെ നേരത്തെ പടത്തിൽ ഷൂട്ടിങ് ഈ ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അത് അവരെല്ലാവരും ഉണ്ടല്ലോ, 4 മക്കളും ഇല്ലേ. ആദ്യത്തെ പടത്തിൽ നമുക്കില്ലായിരുന്നു. ആദ്യത്തെ പടത്തിൽ ഞാനുണ്ട് ഗസ്റ്റ് റോളിലുണ്ട് അല്ലേ. ഓക്കെ. അല്ല അതല്ല ഇപ്പൊ ഈ മറ്റേ നമ്മുടെ അപ്പൂസൊക്കെ നടക്കുമ്പോൾ അവനാ ക്രൗഡിൽ കാണുന്ന. അപ്പൊ ഇവരൊക്കെ എങ്ങനെ കാണുന്നത്? ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് എന്താ? അല്ല ചാക്കോച്ചൻ അന്ന് സെറ്റിലേക്ക് ഒന്നും വരില്ലായിരുന്നോ? അല്ല സിനിമയിൽ അഭിനയിക്കും, ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കും, ചാക്കോച്ചൻ സിനിമയിലുണ്ട്. അല്ല സെറ്റിലൊക്കെ വരും. അല്ലല്ല നമ്മൾ ആ പടത്തിൽ നിന്ന് ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഞാനൊക്കെ ചാക്കോച്ചന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ സിനിമയിലില്ല. ഇതാകെ കട്ട് ചെയ്യോ? ഇതെന്താ ഇവിടെ പറയണേ? എന്താ ഇവിടെ നടക്കുന്നേ? അല്ല ഫഹദ് ഫാസിലും അവരൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ചാക്കോച്ചനെ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്. തീരം നടന്ന സീരിയലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? ആണോ? ഉദയുടെ അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല, അന്നേരം അവിടെ വന്ന് നിന്നിട്ടുണ്ടെന്ന്. അന്ന് അവിടെ നിന്ന് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങള്. അല്ല ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ ഫാദറിന്റെ കൂടെ ഒന്നും ഞാനും അങ്ങനെ അധികം ലൊക്കേഷനുകൾ പോകാറുമില്ലായിരുന്നു. സ്കൂള് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നില്ല. അതെ. ഇതിനു മുമ്പ് അതിനകത്ത് നസീസാറൊക്കെ ഉള്ളൊരു പടമാണ് തീരം തേടുന്ന തിര എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ പ്രൊഡക്ഷനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്കൂളിനെ പറ്റി ആയിരിക്കും. ഒരു സമാധാനത്തിൽ നമുക്ക് പറയാം, അവളയിലാണ് നമ്മൾ പറയണ്ട. അതെ, ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷമിക്കണ്ട, ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്.